ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇമോഷൻസ് എന്തൊക്കെയാണ്, അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തെല്ലാമാണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ആൻഡ് മാസ്റ്റർ കാർഡ് ഹിയർ ഈസ് ഡിപ്പാർച്ചർ. ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത രീതിയിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ബാക്കി കാർഡ്സിലൂടെ എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഒബ്സഷൻ എന്നുള്ളതാണ്. പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോറർ. ഓക്കെ, എന്നും അവരുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള പ്രണയമാണുള്ളത്. അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചുള്ള ചിന്തകളില്ല എന്നുള്ള ഒരു രീതി, അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത്. ഓക്കെ, ഡിവൈൻ ലവ്, ഐ ആം ഇൻ യു, യു ആർ ഇൻ മീ. ഓക്കെ, അത്രയും അൺകണ്ടീഷണലായിട്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നതിൻ്റെ പേരിൽ, മേ ബി നിങ്ങൾ തമ്മിൽ ചില കോൺഫ്ലിക്ട്സ് ഉണ്ടായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കാരണമോ നിങ്ങൾ സെപ്പറേഷനിൽ പോയതായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സിൽ അത്രയും തന്നെ സിൻസിയറായിട്ടുള്ളൊരു പ്രണയം നിങ്ങളോടുണ്ട്, ഉപാധികളില്ലാത്തൊരു പ്രണയം നിങ്ങളോടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ്. ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ടാവാം. നിങ്ങൾ അവരോട് തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് തിരിച്ചങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സെപ്പറേഷനിൽ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി അവരുടെ മനസ്സ് തുറക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവർ എത്ര ഫൈറ്റ് ചെയ്തിരുന്നാലും എത്ര കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നാലും അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമാണുള്ളത് എന്നവർ വ്യക്തമാക്കണം. നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ്. ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ അബൌട്ട് മീ. അവർ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരോട് പിണങ്ങിയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഭാഗം കേൾക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല. അവരൊരു കംപ്ലൈൻറ്റ് പറയണം, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അവരെ നിങ്ങൾ ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല, അവരുടെ സങ്കടം നിങ്ങൾ കാണുന്നില്ല, അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് അവരുടെ ചിന്തകളിലുള്ളത്. ഓക്കെ, കറക്റ്റായിട്ടും അവരുടെ ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഐ വോണ്ട് ടു കം ക്ലോസർ, സ്പെൻഡ് ടൈം വിത്ത് യു. എല്ലാം കണക്റ്റിംഗ് ആയിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, ഒരുമിച്ച് കുറച്ച് നേരം നിങ്ങളോട് മനസ്സ് തുറന്ന് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ആം ബിസി വിത്ത് അതർ റെസ്പോൺസിബിലിറ്റീസ്, യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. യെസ്, അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എസ്പെഷ്യലി അവരുടെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്ത്. മേ ബി അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അത്രയും രീതിയിലുള്ള ഉയർന്നൊരു പോസ്റ്റിലുള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് അവരുടെ സാഹചര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നവർ പറയാണ്. അത്രത്തോളം ഉള്ള സാഹചര്യങ്ങൾ, ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്കും അവർക്ക് ബിസിയായി പോയൊരു സമയമായിരിക്കണം. പക്ഷെ അതിൻ്റെ പേരിലൊരു സെപ്പറേഷൻ ഇപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെയാണ് അവരെ വിട്ടുപോയത് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. മേ ബി അത്തരത്തിലുള്ള സിറ്റുവേഷനിലുള്ള വ്യക്തികളുടെ റീഡിംഗ് ആയിരിക്കാം ഇത്. അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അവരെ ഒന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ഇത് കുറച്ച് പേരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടാണ് കാണുന്നത്. മറ്റൊരു പേഴ്സൻ്റെ ഇൻ്റർഫിയറൻസ് തന്നെയുണ്ട്, അല്ലെങ്കിൽ ഈ മൂന്നാമത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അത് വളരെ കുറച്ച് പേരുടെ എനർജിയാണ്
അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ സെപ്പറേഷനിൽ പോയതും ആയിരിക്കാം. യെസ്, ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ക്ലാരിഫിക്കേഷൻ മെസ്സേജ് കൂടി നോക്കാം. ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ്. അക്സെപ്റ്റൻസ് ആണ്. യെസ്, ഡെഫിനറ്റ്ലി ഐ അക്സെപ്റ്റ് വിത്ത് ഓൾ യുവർ ഫ്ലോസ്, യു ആർ മൈ വേൾഡ്. അവർ എല്ലാ രീതിയിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടാകണം എന്നവർ ചിന്തിക്കുകയാണ്. അവരുടെ ഹൃദയം കവർന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. ഓക്കെ, നിങ്ങളെ കണ്ട മാത്രയിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് സൈറ്റിൽ തന്നെ അവരുടെ ഹൃദയം കവർന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അത്രയും അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞൊരു ചിത്രമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പ്രണയം നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നവർ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. ആൻഡ് സ്പൈയിങ്, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ മറ്റു വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു അവരുടെ ലൈഫിൽ. യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ഒരു റിയൂണിയൻ ഉണ്ടാകണം എന്ന് തന്നെ ആയിരിക്കാം ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന കറണ്ട് ഫീലിങ്സും അവരുടെ മെസ്സേജസും. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഈ വ്യക്തിക്ക് പിങ്ക് കളറിനോട് വലിയ അട്രാക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ ഡീപ്പ് ബ്ലൂ കളർ, റെഡ് കളർ, പർപ്പിൾ കളർ, ഈ കളർ ഒരു പ്രത്യേകത ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫേവററ്റ് കളേഴ്സ് ആയിരിക്കാം. അതുപോലെ ലെറ്റർ ഡി, ലെറ്റർ സി, ലെറ്റർ എ, ലെറ്റർ ബി, ലെറ്റർ എസ്, ലെറ്റർ ഐ, ലെറ്റർ സി, ലെറ്റർ വൈ, ലെറ്റർ ഒ, ലെറ്റർ കെ, ലെറ്റർ ഡബ്ല്യു, ലെറ്റർ ഇസഡ്, ലെറ്റർ എച്ച്, ലെറ്റർ ജി, ലെറ്റർ എം, ലെറ്റർ ആർ, ലെറ്റർ പി ആൻഡ് ലെറ്റർ വി. ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്പർ 22, നമ്പർ 30, 17, നമ്പർ 6, നമ്പർ 2, 28, 33, 49, 37, നമ്പർ 12, 25, 37, 41 ആൻഡ് 49. ഈ നമ്പേഴ്സിനും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. അതുപോലെ ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്. എടുത്തുചാട്ടം ഒരു സ്വഭാവമാണ് നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണേതോ. കുറച്ചധികം ഈഗോ ഉള്ളൊരു പേഴ്സണാണ്. പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പ്രയാസമുള്ളൊരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എൻജിനീയറിംഗ് സെക്ഷനിൽ ജോലിയുള്ളവരായിരിക്കാം, മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരായിരിക്കാം, കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരായിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റോ നഴ്സസോ ആയിരിക്കാം, ലോങ് ഹെയർ ആയിരിക്കാം, പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ്, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുമായിരിക്കാം. ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ, മാർച്ച്, ജനുവരി, ഏപ്രിൽ, ഒക്ടോബർ, ഡിസംബർ എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.